ആദ്യമായി തന്നെ ദൃശ്യ ടി വിയുടെ 25ാമത് വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഈ 25ാം വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഈ സംഘടനയുടെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്തു. നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. പ്രസംഗം കുറയ്ക്കുക. 4 മണിക്കാണ് നമ്മുടെ പരിപാടി. ഏകദേശം 6:20 ആകാറായി. സാധാരണ ഇത്തരം പരിപാടികളിൽ പ്രസംഗം കുറയ്ക്കണം. അങ്ങനെ പ്രസംഗം കുറയ്ക്കുന്നതാണ് നല്ലത്. കൂട്ടിയാൽ ആളുകൾക്കത് പ്രയാസമുണ്ടാകും, പ്രത്യേകിച്ചും കുട്ടികൾ. ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പറയാറുണ്ട്, കലാപരിപാടി നടക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെ പ്രസംഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ അത് പറയുകയും ചെയ്തു. പറഞ്ഞപ്പോൾ കുട്ടികളോ ഒന്നടങ്കം എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, കലാപരിപാടി കാണാനാണ് ഞങ്ങൾ വന്നതല്ലാതെ പ്രസംഗം കേൾക്കാനല്ല വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ താജ് ഗോപാലും അതുപോലെ തന്നെ അമുഖ പ്രസംഗം നടത്തിയ ബിനു ശിവദാസുമെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ കേബിൾ ടി വി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, മാധ്യമരംഗത്ത് നമ്മുടെ കേരളം വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്. മാധ്യമം എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ എണ്ണം പണ്ടെല്ലാം വളരെ വിരലെണ്ണാവുന്നവർ മാത്രമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇന്ന് മാധ്യമപ്രവർത്തകരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയും മാധ്യമപ്രവർത്തകരായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രാദേശിക ചാനലുകൾ ഇവിടെ വിനു സൂചിപ്പിച്ച പോലെ മറ്റെല്ലാ കുത്തക മാധ്യമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതി ഉണ്ടായത്. നമ്മുടെ നാടിൻ്റെ സപ്പോർട്ടും അതിൽ കാര്യത്തിലുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ പ്രാദേശിക ചാനലുകൾക്ക് ഇവിടെ വളർന്നു വരാനും നിലനിൽക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാദേശിക ചാനലുകൾ അവരുടെ ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വിനോദ് സൂചിപ്പിക്കുകയുണ്ടായി, വാർത്തകൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും വാർത്തകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വേണ്ടത്ര വിചാരമില്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും പരാജയപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായി ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തന്നെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനമായി ഏറ്റെടുക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കാണ് നിലനിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ നമ്മുടെ നമ്മുടെ കേരള വിഷൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനം വലിയ രീതിയിൽ നമ്മുടെ നാടിന് നന്മയുണ്ടാക്കുന്നുണ്ട്. നന്മയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും തിന്മകളൊന്നുമില്ല എന്ന് നാം കരുതി പോകേണ്ടതില്ല. ഇവിടെ കാരുണ്യ പ്രവർത്തനത്തിനാണ് ദയാബായി അമ്മയെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ കാരുണ്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ കാരുണ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ലപോലെ നടന്നു വരുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ കണ്ടൊരു ദൃശ്യമുണ്ട്. ദൃശ്യം എന്നാണ് നമ്മുടെ ഈ ടി വി ചാനലിൻ്റെ പേര്. ആ ദൃശ്യം എന്താണ്? അത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുടുംബം
അതിൽ മകനും ഭാര്യയും മക്കളും എല്ലാം തന്നെ ആ വാടക വീട് ഉപേക്ഷിച്ച് പോവുകയാണ്. ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ അവരുടെ സാധനങ്ങളെല്ലാം എടുക്കാൻ കൃത്യമായിട്ടവർ മറന്നില്ല. പക്ഷേ ഒരു വസ്തു മാത്രം അവർ മറന്നുപോയി. അത് പരസഹായമല്ലാതെ കിടപ്പ് രോഗിയായിട്ടുള്ള അച്ഛനെ എടുക്കാൻ മറന്നുപോയി. ഇല്ലേ? വാർത്ത വായിച്ചോ? ആർക്കെങ്കിലും വേദന തോന്നിയോ? ആർക്കെങ്കിലും കാരുണ്യം തോന്നിയോ മനസ്സിൽ? അങ്ങനെ ഉപേക്ഷിച്ച് പോയത് ശരിയാണോ? അപ്പോൾ കാരുണ്യമില്ലാത്ത സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. കാരുണ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് മാധ്യമ പ്രവർത്തനം ഈ കാരുണ്യം ചെയ്യുന്ന ആളുകളെ ആദരിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരുണ്യം ചെയ്യുക എന്നുള്ളത് ഏതെങ്കിലും ഒരാളുടെ മാത്രം കടമയല്ല. നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും കടമയും ഉത്തരവാദിത്വമായിട്ട് മാറാൻ വേണ്ടി ഇത് കഴിയണം. അങ്ങനെ കാരുണ്യം ചെയ്യാൻ മനസ്സില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. ഞാനിന്ന് വരുന്നത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മോർച്ചറി അവിടെ പോയിട്ടാണ്. സാധാരണ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രവർത്തനത്തിലെല്ലാം ഇടപെടാറുണ്ട്. ഏതെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിട്ട് മരിച്ചാലോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താലോ ഒക്കെ തന്നെ അവരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാറുണ്ട്. അന്ന് അവിടെ ചെല്ലുമ്പോൾ 1-2 ആളുകൾ മാത്രമായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. എന്നാൽ ഇന്ന് മോർച്ചറിയിൽ അല്ലെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 10-15 ആളുകളാണ് മരിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അപകടം പറ്റിയിട്ടാണ് ഭൂരിപക്ഷം വന്നിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടാണ് ചിലവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലവരെ മറ്റ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ വർദ്ധിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരായ ആളുകളടക്കം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് കാരുണ്യം ഉണ്ടാക്കുന്ന ഒന്നല്ല. ഇന്ന് ഏതായാലും ഒരു നല്ല വിധി വന്നിട്ടുണ്ട് അല്ലേ? പെരുമ്പാവൂരിൽ ജിഷ വധക്കേസിൽ പ്രതിക്ക് സെഷൻ കോടതി കൊടുത്ത ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. വായിച്ചു കണ്ടോ? അറിഞ്ഞോ? ആരും മിണ്ടാത്ത വിധി നല്ലതാണോ? എന്താ വിധി എന്ന് അറിഞ്ഞിട്ടല്ലേ നല്ലതാണോ ചീത്ത എന്ന് പറയുന്നത്. വധശിക്ഷയ്ക്ക് സെഷൻസ് കോടതി അയാളെ വിധിച്ചു. അതിന് അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം തെറ്റായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നാം ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഞാനും നമ്മുടെ ചിഞ്ചിറാണി മിനിസ്റ്ററും എല്ലാം തന്നെ ഞങ്ങളൊരു ഘട്ടത്തിൽ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയിലായിരുന്നു. ആ നവകേരള യാത്ര നടക്കുന്ന സമയത്താണ് ഒരു ചെറിയ കുട്ടീനെ, പിഞ്ചു എന്ന് പറയാൻ പറ്റില്ല, എത്രയാ പഠിക്കുന്ന കുട്ടിയായിരുന്നു അത്, ചിഞ്ചിറാണി മിനിസ്റ്റർ മണ്ഡലത്തിൽ നിന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയല്ലോ. ആ കുട്ടിയെ കിട്ടി. എനിക്ക് തോന്നുന്നു 1-2 ദിവസം നമ്മുടെ ചിഞ്ചിറാണി മിനിസ്റ്റർ ഉറങ്ങിയിട്ടില്ല. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത വന്ന ഉടനെ തന്നെ ഈ കേരള സദസ്സിലെ ആ യാത്രയിൽ നിന്നും അദ്ദേഹം ഉടൻ തന്നെ ലീവ് ചോദിച്ചിങ്ങോട്ട് പോരുകയാണ്. അതുപോലെയുള്ള സംഭവവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. തെറ്റായ പ്രവണതകൾ വരികയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം തന്നെ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരിക. അപ്പോൾ പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയും അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ കൂടി നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റർമാർ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ജനങ്ങളെ അന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ ഉത്തരവാദിത്വം നിങ്ങൾ നല്ലപോലെ ഏറ്റെടുക്കുന്നുണ്ട്. കുറേ കൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. മാധ്യമങ്ങൾ നല്ലതാണ്, അതോടൊപ്പം തന്നെ അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും വേണം. തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാടിന് ദോഷം ചെയ്യും. ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ അത് മെച്ചപ്പെടുത്തുന്നതിനായിരിക്കണം നമ്മുടെ വിമർശനങ്ങൾ. ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു സ്ഥാപനത്തെയോ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ പ്രവർത്തനം. പലപ്പോഴും സംഭവിക്കുന്ന വ്യക്തിയെ നശിപ്പിച്ചേ അടങ്ങും.
ഒരു പ്രസ്ഥാനത്തെ നശിപ്പിച്ചിടങ്ങും, ഒരു സ്ഥാപനത്തെ നശിപ്പിച്ചിടങ്ങും എന്നുള്ള വാശിയോടുകൂടിയുള്ള പത്രപ്രവർത്തനവും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് നീതിപൂർവമായിട്ട് നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് ആമുഖമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ദൃശ്യ TV ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ രൂപീകരിക്കുകയാണ്. ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇപ്പം നിങ്ങൾക്ക് വലിയ പേരുദോഷമൊന്നുമില്ല. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ രൂപീകരിക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ പുറകിൽ സാമ്പത്തിക ഇടപാടുകൾ വരും. സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോഴാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാനിവിടെ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കും, നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ 2-3-4 അനുഭവമുണ്ട്, എല്ലാം പറയുന്നില്ല. ഒറ്റ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അത് രൂപീകരിച്ച ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്, അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ചു. അവർ ഈ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും അവർ തയ്യാറാക്കി. അതിനുശേഷം ഓരോ അന്ധരായ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അവർ പണവും സ്വരൂപിച്ചു. അങ്ങനെ പണം സ്വരൂപിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അപ്പം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് പോയത്. കാരണം അന്ധരായിട്ടുള്ള കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഫണ്ട് കൈമാറുന്ന ചടങ്ങിനാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് നല്ലപോലെ പ്രസംഗിച്ചു. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ അന്ധരായ കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇതിനേക്കാൾ മഹത്തരമായ കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ നല്ലപോലെ പ്രസംഗിച്ച് നല്ല ഗൈഡിയും കിട്ടി. അതിനുശേഷം ഇവർ ഫണ്ട് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം മൈക്കിലൂടെ അറിയിച്ചു. മന്ത്രി ആ കുട്ടികളുടെ പേര് വിളിച്ചു, അവർക്ക് ഫണ്ട് ഇപ്പോൾ കൈമാറുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കൈമാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നിന്ന്, അപ്പം മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഏറ്റവും പുറകിൽ നിന്നുള്ള ഒരു കുട്ടിയെ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ബ്ലൈൻഡായിട്ടുള്ള കുട്ടിയെ കൈപിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കയറ്റി. അതെല്ലാം അങ്ങനെ TV-യിൽ നല്ല കൃത്യമായി ചാനലുകൾ നന്നായി പകർത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു കവറെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ കവറ് തന്നു കഴിഞ്ഞപ്പോൾ കവറിൻ്റെ കനം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമായി. ഇത്രയും കൂടുതൽ പൈസ ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. നിങ്ങൾ കവറ് നല്ല കനമുണ്ട്, ഈ കൊടുക്കുന്ന കവറ് നല്ല കനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ തപ്പി നോക്കി. അന്തർക്ക് കൊടുക്കുന്നതല്ലേ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പം നമ്മളെങ്കിലും നോക്കണ്ടേ. അങ്ങനെ തപ്പി നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി, ഇത് പൈസ അല്ല എന്ന്. അപ്പം ഞാൻ വേഗം കവർ ഇങ്ങനെ കീറാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇത് കീറൊന്നും വേണ്ട, സാറൻ കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കൂടുതൽ സംശയം. അപ്പോൾ കീറിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ നോട്ടീസുകൾ ഈ കവറിൽ കുത്തി നിറച്ച് അതാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? ഈ കടലാസുകളിലെ ഇങ്ങനെ അടുക്കി കവർ 2-3 ഒരു കവറിലിട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ഇത്രയും കവർ ഇരിക്കുകയാണ്. ആ കവറിൽ മുഴുവൻ ഈ നോട്ടീസാണ് കയറുന്നത്. ഞാൻ അവിടെ വെച്ച് തന്നെ കുറച്ച് വയലൻ്റായി. സാധാരണ വയലൻ്റ് ആവാറില്ല. അപ്പോൾ തന്നെ അവരുടെ പേരിൽ നടപടിയെടുക്കണം, ആ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിടണം എന്നെല്ലാം പറഞ്ഞ് ചൂടാവേണ്ട വസ്ത്രം. അങ്ങനത്തെ ട്രസ്റ്റല്ല വേണ്ടത്. നമ്മൾ ഏതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണോ ട്രസ്റ്റ് ആരംഭിക്കുന്നത് ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിയും. അവിടെ നല്ലപോലെ സത്യസന്ധത നമുക്ക് പുലർത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഇവിടെ ദയാബായി അമ്മയാണ് നമ്മൾ ആദ്യത്തെ ട്രസ്റ്റിൻ്റെ ദൃശ്യ കാരുണ്യ പുരസ്കാരം നൽകുന്നത്. അവരെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പേര് അബ്ബാ മോഹൻ, എന്താ ഈ അബ്ബാ മോഹൻ ദേവുണ്ട്. അപ്പോൾ പറയുമായിരിക്കും. ഈ ദയവായി അമ്മ എനിക്ക് നേരത്തെ അറിയാം. 96-ൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഓർമ്മയുണ്ടാവില്ല, എൻ്റെ വീട്ടിൽ വന്ന് അന്ന് ഞാൻ പട്ടിക ഇവിടെ എന്നെ പറയുമ്പോൾ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ
പട്ടികജാതി മാത്രമാണ് പറയുന്നത്. ഞാൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വകുപ്പാണ്. 65% വരുന്നത് പിന്നോക്കമാണ്, 10% വരുന്നത് SC/ST ആണ്. അതുകൂടാതെ മുന്നോക്കത്തിൽപ്പെട്ട ആളുകൾക്കും ഈ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല, SC/ST ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളിലും അതർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സൗകര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ പ്രീമെട്രി ഹോസ്റ്റൽ, ആ പ്രീമെട്രി ഹോസ്റ്റൽ 10% സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ്. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവിടെ റിസർവേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ മോഡൽ റിസർച്ച് സ്കൂളുകളിൽ അവിടെയും മുന്നോക്ക ജാതിയിലാണ് ജനിച്ചതെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെയും സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വകുപ്പാണിത്. പക്ഷെ പറയുമ്പോൾ പട്ടികജാതി വികസന വകുപ്പ്, പട്ടികജാതി കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കുറച്ച് അലർജി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക എന്ന് പറഞ്ഞാൽ വിപുലമായി നമ്മുടെ കേരളത്തിൻ്റെ ഒരു 80% ജനങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതൽ ദയാബായി അമ്മ പ്രവർത്തിച്ചത്. ആദിവാസികളുടെ ഊരുകളിലേക്ക് ചെന്ന് അവരുടെ പ്രദേശം അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ചെന്ന് അവരോടൊപ്പം ജീവിച്ച് അവരുടെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു മഗതിക്കാണ് നിങ്ങളുടെ ആദ്യത്തെ പുരസ്കാരം നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ മഹത്വമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയാബായി അമ്മ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ അവരെ ബാധിച്ച ആളുകളെ അവർക്ക് വേണ്ടിയുള്ള വാദമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കൂടി വാദിക്കാൻ ആളുകളുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും സാമൂഹ്യ നീതി ലഭ്യമാകുന്ന അവസ്ഥ വരുന്നത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും അങ്ങനെ സാമൂഹ്യ നീതിയൊന്നും വരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത ദിവസം പുറത്തിറങ്ങിയ ഒരു സർവേ റിപ്പോർട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സമത്വം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് അടുത്ത് വന്നു. ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ അസമത്വങ്ങൾ കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. ആ അസമത്വങ്ങൾ വർദ്ധിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനേക്കാൾ കൂടുതലായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അസമത്വങ്ങൾ പെരുകുകയാണ് നമ്മുടെ രാജ്യത്ത്. ആ അസമത്വങ്ങൾ ഏതെല്ലാം മേഖലയാണ് പെരുകുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ആർക്കെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടും, അതെടുത്ത് വായിക്കാം. അങ്ങനെ അസമത്വങ്ങൾ പെരുകുന്ന ഒരു നാട്ടിലാണ് അസമത്വങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാം. പട്ടിണിയില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ നാടിനെ മാറ്റുക. വിശപ്പും പട്ടിണിയും വന്നു കഴിഞ്ഞാൽ അവിടെ അസമത്വങ്ങൾ പെരുകും, സമാധാനമുണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല. സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിനേക്കാൾ പാകിസ്ഥാനേക്കാൾ സന്തോഷത്തിൽ പുറകിലേക്ക് നമ്മൾ വന്നു. 126 സ്ഥാനത്താണ് നിൽക്കുന്നത്. സന്തോഷമില്ലാത്തവരുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ 126 സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ്. ആ മാറുന്നതിൽ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ഇടപെടലുകളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പുറമ്പോക്കുകളിലേക്ക് പായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവശരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അതെല്ലാം നല്ലപോലെ ഏറ്റെടുക്കും. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ കാണുകയും നല്ല സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുകയും അത് മാതൃകയാക്കാൻ വേണ്ടി പുതിയ തലമുറയെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു പക്ഷേ കുട്ടികൾ കൂടുതൽ താല്പര്യമെടുക്കുന്നത് നമ്മുടെ TV ചാനലുകളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഗുണ്ടകളെ അല്ലേ. അടുത്ത ദിവസം ഗുണ്ടകളുടെ സംഗമം ഉണ്ടായി അല്ലേ. ഇവിടെ കുടുംബസംഗമം വെച്ചിട്ടുണ്ട്, ഗുണ്ടകളുടെ സംഗമം ഉണ്ടായി. അടുത്ത ദിവസം വാർത്ത കേട്ടു, ഗുണ്ടകളിലെ കുടുംബസംഘമാണ്. ആ രീതിയിലേക്കൊക്കെ നമ്മുടെ നാട് മാറുന്നുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കണ്ടെത്തുക, നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുക, നല്ലതേത് ചീത്ത ഏത് എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഗാന്ധിയെ നമ്മൾ വിസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. നെഹ്റുവിനെ നമ്മൾ തിരസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ
നമ്മുടെ സമൂഹത്തിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ നാം വിസ്മരിക്കുകയും, എന്നാൽ നമ്മുടെ സമൂഹത്തിന് തിന്മ ചെയ്യുന്ന ആളുകളെ നാം സ്മരിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി നമുക്ക് ഭൂഷണമല്ല എന്നുള്ള സന്ദേശം കൂടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനം മാധ്യമപ്രവർത്തകർക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നും, ഇവിടെ ദയാബായി അമ്മയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഈ പുരസ്കാരം എന്തുകൊണ്ടും അർഹയായ ഒരു മഹതിയുടെ കയ്യിലേക്കാണ് നിങ്ങൾ പുരസ്കാരം കൊടുക്കുന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.